ശബരിമലയിലെ അരവണ നിർമ്മാണത്തിന് ഇനി ഭക്തരുടെ നെയ്യ്. മിൽമ വിഷയവും സാങ്കേതിക പ്രശ്നങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദമായ അരവണ പായസം നിർമ്മിക്കുന്നതിനായി ഇനി മുതൽ ഭക്തർ അഭിഷേകത്തിനായി കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. മിൽമ നെയ്യുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ച ചർച്ചകൾക്കു മുന്നെയാണ് ജയകുമാർ ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ ഇത് മിൽമയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നല്ലെന്നും നേരത്തെ തീരുമാനിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിൽമയുമായുള്ള കരാർ വിഷയങ്ങളിൽ ഉയർന്നുവന്ന ചർച്ചകളും ഇതിനോടകം വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. പാരമ്പര്യമായി ബാഹ്യ ഏജൻസികളിൽ നിന്നും നെയ്യ് വാങ്ങുന്ന രീതിക്ക് പകരം ഭക്തരുടെ വഴിപാട് നെയ്യ് പ്രസാദ നിർമ്മാണത്തിൽ ഉപയോഗിക്കാനുള്ള ഈ നീക്കം സാമ്പത്തിക ആചാരപരമായ തലങ്ങളിൽ ഒട്ടനവധി മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് കോടിക്കണക്കിന് ഭക്തർ നെയ്യഭിഷേകത്തിനായി സന്നിധാനത്തെത്തിക്കുന്ന വലിയ അളവിലുള്ള നെയ്യ് പൂർണ്ണമായി ഉപയോഗിക്കപ്പെടാതെ പാഴായി പോകുന്നുവെന്ന പരാതി കാലങ്ങളായുണ്ട്. മുൻകാലങ്ങളിൽ അരവണ നിർമ്മാണത്തിനാവശ്യമായ വലിയ അളവിലുള്ള നെയ്യ് മിൽമ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാങ്ങിയിരുന്നത്. മിൽമയിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് നെയ്യ് വാങ്ങുമ്പോൾ തന്നെ സന്നിധാനത്ത് ഭക്തർ സമർപ്പിക്കുന്ന പവിത്രമായ നെയ്യ് കെട്ടിക്കിടന്ന് നശിക്കുന്നത് തടയാനാണ് പുതിയ തീരുമാനം വഴി ലക്ഷ്യമിടുന്നത്. ഭക്തർ തങ്ങളുടെ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന നെയ്യ് ഭഗവാന് അഭിഷേകം ചെയ്ത ശേഷം അത് അരവണയിൽ ഉപയോഗിക്കുന്നത് വിശ്വാസപരമായി ഭക്തർക്ക് വലിയ സംതൃപ്തി നൽകുന്നു. വാണിജ്യ അടിസ്ഥാനത്തിൽ കമ്പനികളിൽ നിന്ന് മാത്രം വാങ്ങുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഭക്തരുടെ സ്വയം സമർപ്പണമായ വഴിപാട് നേരിട്ട് പ്രസാദത്തിന്റെ ഭാഗമാകുന്നു എന്നത് ഇതിന്റെ പോസിറ്റീവ് വശമാണ്. നേരത്തെ മിൽമ നൽകിയിരുന്ന നെയ്യ് കൃത്യമായ മാനദണ്ഡങ്ങളോടെ ലഭിക്കുന്ന ഒന്നാണ്. എന്നാൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് പലവിധ സ്രോതസ്സുകളിൽ നിന്നുള്ളതായതിനാൽ അതിൽ മായം കലരാനുള്ള സാധ്യതയും ശുചിത്വ പ്രശ്നങ്ങളും മുൻപ് ആശങ്ക ഉയർത്തിയിരുന്നു. സന്നിധാനത്ത് സ്ഥാപിച്ചിട്ടുള്ള ആധുനിക ലാബുകളിൽ ഭക്തരുടെ നെയ്യ് കൃത്യമായി പരിശോധിച്ച ശേഷമേ അരവണ നിർമ്മാണത്തിന് എടുക്കൂ എന്നത് സുരക്ഷ ഉറപ്പാക്കുന്നു. മിൽമയിൽ നിന്നും മറ്റും വൻ തുക നൽകി നെയ്യ് വാങ്ങുന്നതിലൂടെ ഉണ്ടാകുന്ന ദേവസ്വം ബോർഡിന്റെ ഭീമമായ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ ഈ തീരുമാനം സഹായിക്കും. കൂടെ ലഭിക്കുന്ന വിഭവങ്ങൾ പാഴാക്കാതെ വിനിയോഗിക്കാനും സാധിക്കുന്നു. അതേസമയം സാങ്കേതികമായ ചില വെല്ലുവിളികളും പുതിയ നീക്കത്തിനുണ്ടായേക്കാം. തീർത്ഥാടന തിരക്കുള്ള സമയങ്ങളിൽ വലിയ അളവിലുള്ള നെയ്യ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലാബ് പരിശോധന പൂർത്തിയാക്കി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കൂടാതെ മിൽമ പോലുള്ള സ്ഥാപനങ്ങൾക്ക് വൻതോതിൽ ലഭിച്ചിരുന്ന വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റം അവരുടെ ഉൽപാദന പ്ലാനുകളെ ബാധിക്കുകയും ചെയ്തേക്കാം. ശബരിമലയിലെ ഭക്തരുടെ നെയ്യ് അരവണയ്ക്കായി ഉപയോഗിക്കാനുള്ള തീരുമാനം ഭക്തിക്കും സാമ്പത്തിക കാര്യക്ഷമതയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. മിൽമയുമായുള്ള വിഷയങ്ങളിൽ കൃത്യമായ കരാർ ധാരണകളും ഭക്തരുടെ നെയ്യ് ഉപയോഗിക്കുന്നതിൽ കർശനമായ ഗുണനിലവാര പരിശോധനയും ഉറപ്പാക്കിയാൽ ഈ തീരുമാനം ദേവസ്വം ബോർഡിനും ഭക്തജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.